രാമു ഒരു മരം വെട്ടുകാരനായിരുന്നു. അദ്ദേഹം 5 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 5 വർഷം ജോലി ചെയ്തിട്ടും രാമുവിന് തൻ്റെ ശമ്പളത്തിൽ യാതൊരു വർധനവും ഉണ്ടായില്ല. പക്ഷേ 1 വർഷം മുമ്പ് ജോയിൻ ചെയ്ത രാജുവിന് പെട്ടെന്ന് തന്നെ ശമ്പള വർധന ഉണ്ടായി. അപ്പോൾ രാമു പോയിട്ട് മേലധികാരിയോട് പറഞ്ഞു, 5 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നില്ലേ, പക്ഷെ എനിക്ക് യാതൊരു ശമ്പള വർധനവും ഉണ്ടായില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത രാജുവിന് പെട്ടെന്ന് തന്നെ ശമ്പള വർധനവ് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. മേലധികാരി പറഞ്ഞു, നിങ്ങൾ 5 വർഷം മുമ്പ് എത്ര മരമായിരുന്നു വെട്ടുന്നത്, അത്രയും മരം തന്നെയാണ് ഇപ്പോഴും വെട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ശമ്പള വർധനവ് തരുന്നത്? കൂടുതൽ നിങ്ങൾ എപ്പോഴാണ് മരം വെട്ടുന്നത്, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശമ്പള വർധനവ് ഞാൻ തരാമെന്ന് പറഞ്ഞു. രാമു വളരെ കഷ്ടപ്പെട്ട് ഊണും ഉറക്കമില്ലാണ്ട് കണ്ടിന്യൂസ്ലി മരം വെട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുമ്പ് വെട്ടുന്നതിനേക്കാൾ കൂടുതൽ മരം വെട്ടാൻ കഴിഞ്ഞില്ല. രാമു വീണ്ടും മേലധികാരിയോട് പോയിട്ട് ഈ വിഷമം പറഞ്ഞു. മേലധികാരി പറഞ്ഞു, നമുക്ക് 2 ആൾക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യം രാജുവിനറിയാം, നമുക്ക് രാജുവിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ 2 പേരും പോയിട്ട് രാജുവിനോട് ചോദിച്ചു. അപ്പോൾ രാജു പറഞ്ഞു, ഞാൻ ഓരോ മരം വെട്ടിയതിന് ശേഷം അല്പസമയം തൻ്റെ മഴുവിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് രാജു രാമുവിനോട് ചോദിച്ചു, രാമു നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് മഴുവിന് മൂർച്ച കൂട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ രാമു ഇങ്ങനെ ആലോചിച്ചു, അടുത്ത കാലത്തൊന്നും മഴുവിന് മൂർച്ച കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രശസ്തിയോ എന്തുമാകട്ടെ, തുടർച്ചയായി മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഇതാണ് പലരുടെയും ജീവിതം. നമ്മൾ ജീവിതം മാറ്റാൻ വളരെ തിരക്കിലാണ്. പക്ഷേ ജീവിതം മാറ്റാനുള്ള മഴുവിന് മൂർച്ച കൂട്ടാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ എത്ര കഠിനമായി ജോലി ചെയ്തെങ്കിലും നിങ്ങളുടെ കഴിവുകൾ വളർത്തുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നെങ്കിൽ, ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം വലിയ മാറ്റമൊന്നും വരാത്തത്? അവിടെയാണ് മഴുവിന് മൂർച്ച കൂട്ടുക എന്ന ജീവിത പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. മഴു എന്താണ്? ഇവിടെ മഴു ഒരു സാധാരണ മഴുവല്ല. നിങ്ങളാണ് ആ മഴു. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ശീലങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നിങ്ങളുടെ മൂർച്ച. ഒരു കാര്യം ഓർക്കുക, കഠിനമായി പ്രവർത്തിക്കുന്നത് മാത്രം വിജയത്തിന് മതിയാകില്ല. സ്മാർട്ടായി സ്വയം മെച്ചപ്പെടുത്തുകയും വേണം. ബിസിയായി ഇരിക്കുന്നത് വിജയമല്ല. നാം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സമയമില്ല, പുസ്തകം വായിക്കാൻ സമയമില്ല, എക്സസൈസ് ചെയ്യാൻ സമയമില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല, പുതിയ സ്കിൽ പഠിക്കാൻ സമയമില്ല, സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ പോലും നമുക്ക് സമയമില്ല, കുടുംബത്തോടൊപ്പം ഇരിക്കാൻ പോലും നമുക്ക് സമയമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിൽ അധികം സമയം കിട്ടും. മറ്റുള്ളവരുടെ ജീവിതം നോക്കാൻ സമയം കിട്ടും. അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടും. അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ശരിക്കും തിരക്കിലാണോ, അതോ എൻ്റെ സമയം ശരിയായ കാര്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടൂൾ. അതുകൊണ്ട് ദിവസവും അതിന് പുതിയ അറിവുകൾ കൊടുക്കണം. പുസ്തകത്തിലെ കുറച്ച് പേജുകൾ വായിക്കണം, ഒരു പുതിയ സ്കില്ല് പഠിക്കണം, നല്ല ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക, നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഇൻകം വളരുന്നതിന് മുമ്പ് നിങ്ങളുടെ നോളജ് വളരണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തയുടെ നിലവാരം ഉയരണം. മനസ്സിൻ്റെ മൂർച്ച മാത്രം മതിയോ? പോരാ, ശരീരവും ശക്തമായിരിക്കണം. ഡെയിലി അല്പനേരം നടക്കുക, എക്സസൈസ് ചെയ്യുക, ശരിയായ ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക. കാരണം ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ വളരെ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ? അതേ എങ്കിൽ ഒന്ന് നിർത്തൂ, ഒരു നിമിഷം സ്വയം ചോദിക്കൂ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വർദ്ധിപ്പിക്കുകയാണോ, അതോ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തുകയാണോ? കാരണം മൂർച്ചയില്ലാത്ത മഴ കൊണ്ട് മണിക്കൂറുകളോളം മരം വെട്ടിയാലും ഫലം കുറവായിരിക്കും. പക്ഷേ കുറച്ചു സമയം മൂർച്ച കൂട്ടിയ ശേഷം അതേ മഴ ഉപയോഗിച്ചാൽ കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ ഫലം നേടാൻ പറ്റും.
അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ റൂൾ കൊണ്ടുവരുത്തുക. ദിവസവും 30 മിനിറ്റ് എന്നെ മെച്ചപ്പെടുത്തുവാൻ, 10 മിനിറ്റ് വായന, 10 മിനിറ്റ് ശരീരത്തിനായി, 10 മിനിറ്റ് മനസ്സിനായി. ഈ 30 മിനിറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയമല്ല, ഇത് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഓർക്കുക, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക എന്നതല്ല ജീവിതം. ചിലപ്പോൾ നിർത്തണം, സ്വയം നോക്കണം. എവിടെയാണ് ഞാൻ തെറ്റുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് കണ്ടെത്തണം. എന്താണ് ഞാൻ മാറ്റേണ്ടത് എന്ന് തീരുമാനിക്കണം. എന്നിട്ട് കൂടുതൽ ശക്തിയോടെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകണം. കാരണം മഴുവിന് മൂർച്ച കൂട്ടുന്ന സമയം പാഴാക്കലല്ല, അത് അടുത്ത വിട്ട് കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം പാഴാക്കലല്ല, അത് നിങ്ങളുടെ ഭാവിയെ ശക്തമാക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, ജീവിതത്തിൽ ഞാൻ ഏത് ഭാഗത്തിനാണ് കൂടുതൽ മൂർച്ച കൂട്ടേണ്ടത്? മൈൻഡിനാണോ, ബോഡിക്കാണോ, നോളജ്, റിലേഷൻഷിപ്പ്, കോൺഫിഡൻസ്? ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കൂ. അതിനായി നാളെ ഒരു 30 മിനിറ്റ് മാറ്റിവെക്കൂ. കാരണം ജീവിതം മാറാൻ നിങ്ങൾക്ക് കൂടുതൽ ശക്തം ആവശ്യമില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കയ്യിലെ മഴുവിന് മൂർച്ച കൂട്ടിയാൽ മാത്രം മതി. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഉറപ്പായും മാറും. നമുക്കൊരുമിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മൂർച്ച കൂട്ടാം. താങ്ക് യു.